ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് HCC ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ആർമേച്ചറിൻ്റെ ഫ്രണ്ടിലുള്ള ബെയറിംഗ് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബെയറിംഗ് പോയതാണ്. അപ്പം ഇതിനെ നമുക്ക് മാറാനെ കൊണ്ട് നമ്മൾ നേരത്തെ ഒരു ഡിവാൾട്ടിൻ്റെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഫ്രണ്ട് ഇളക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഇളക്കിയെടുക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഈ ഫ്രണ്ട് ഇളക്കുന്ന വീഡിയോ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലുള്ള 4 സ്ക്രൂ ആദ്യമേ ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പീസിൽ 4 സ്ക്രൂ നമുക്ക് ഇളക്കണം. ആ ഒരു ക്യാപ്പ് നമ്മൾ ഇളക്കിയെടുക്കണം. ഓക്കെ, ആ ഒരു ഗിയർ സെറ്റ് നമ്മൾ ഇളക്കി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ആർമേച്ചറിനെ നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തൊരു 10ൻ്റെ ഒരു നട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ 10ൻ്റെ നട്ട് നമ്മൾ ഊരിയെടുക്കണം. ഊരിയെടുത്തതിന് ശേഷം മാത്രമേ ആ ഗിയർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു 10ൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ട് ഞാൻ ആ നട്ടിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചതിന് ശേഷം ആർമേച്ചർ കൈകൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ്. ആർമേച്ചർ കൈകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്പാനർ വെച്ച് വേണമെന്നുണ്ടെങ്കിലും ഊരിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഊരിയെടുത്തതിന് ശേഷം ആർമേച്ചറിനെ പുറകോട്ട് വലിച്ച് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ആംഗിൾ ഗ്രൈൻഡർ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അത് ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ബെയറിങ്ങിന് ബാക്കിലൊരു ക്യാപ്പുണ്ട്, അതുകൊണ്ടത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളതിൻ്റെ നട്ടും ഗിയറും ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് എടുത്തു മാറ്റി. ഇനി ഈ ബെയറിങ്ങിൻ്റെ ക്യാപ്പാണ് നമ്മൾ അഴിക്കുന്നത്. ഇതേപോലെ ബെയറിങ്ങിന് സൈഡിലായിട്ട് ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്പിൻ്റെ 2 സ്ക്രൂ നമ്മൾ ഊരിയെടുക്കുകയാണ്. ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ആ ബെയറിങ്ങിനെ ഒരു ചെറിയ ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ട് മുകളിൽ നിന്ന് തട്ടി കൊടുക്കുമ്പോൾ ആ ബെയറിങ് ഊരി പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ ബെയറിങ് നമ്മൾ ഊരിയെടുത്തു. ഇനി നമുക്ക് പുതിയ ബെയറിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ആ ബെയറിങ് ഇടുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പുതിയ ബെയറിങ് നമുക്കതിലേക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെ അതിനെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ബെയറിങ് അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബെയറിങ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ക്യാപ്പ് ഇതെല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ആക്കി വെച്ചേക്കുവാണ്. ഗ്രൈൻഡറിൻ്റെ ഉൾഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാനെ കൊണ്ട് ബ്ലോവർ വെച്ചിട്ട് പൊടിയടിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് 2 സ്ക്രൂ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ഇനി അതിന് ശേഷം എല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ശേഷം ഇനി നമ്മൾ ആർമേച്ചറിനെ അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ഈ ആർമേച്ചർ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ആദ്യമേ അതിൻ്റെ ഗിയർ നമുക്ക് കൈകൊണ്ട് ആ ഷാഫ്റ്റിനകത്തേക്ക് തള്ളി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഷാഫ്റ്റ് കുറച്ചുകൂടെ മുമ്പോട്ട് എടുത്തതിന് ശേഷം നോസ് പ്ലെയർ ഉപയോഗിച്ച് നട്ടിനെ ആ ത്രെഡിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോസ് പ്ലെയർ വെച്ച് പിടിച്ചതിന് ശേഷം ആർമേച്ചർ കറക്കി കൊടുക്കുമ്പോൾ ആ നട്ട് അതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സ്പാനർ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളത് നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ബെയറിങ് പോയതുകൊണ്ടാണ് ഈ ആർമേച്ചറിൽ ഈ അടയാളം കിടക്കുന്നത്. അത് ഒരുപാട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആർമേച്ചറിന് കുഴപ്പമില്ലാതിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ പോയി കഴിയുമ്പം നമ്മൾ ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ തന്നെ മാറി റെഡിയാക്കേണ്ടതാണ്. ഇനി അതിലേക്ക് നമ്മൾ ഗ്രീസ് ഇടുവാണ്. അപ്പം മെഷീനറിയുടെ ഗ്രീസാണ് നമ്മൾ ഇടുന്നത്. ഇനി അതിൻ്റെ ഫ്രണ്ടിലെ യൂണിറ്റ് നമ്മളത് ഫിറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് 4 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളത് 4 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഒന്ന് കൈ കൊണ്ട് കറക്കി നോക്കാം, വല്ല പിടുത്തം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇല്ല, വളരെ സ്മൂത്തായിട്ടാണ് ഇപ്പോൾ ഓടുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉൾഭാഗം എല്ലാം ബ്ലോവർ വെച്ചിട്ട് പൊടിയടിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്.
ഇനി അവിടെ 4 സ്ക്രൂ ഉണ്ട്. ഈ 4 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി കാർബണാണ് നമുക്ക് പിടിച്ചിടാനുള്ളത്. രണ്ട് സൈഡിലെയും കാർബൺ നമ്മൾ പിടിച്ചിട്ടതിന് ശേഷം അതിനെ അടയ്ക്കുവാണ്. അതുപോലെ തന്നെ ഈ പവർ ടൂൾസിൻ്റെ എല്ലാം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതും ആംബിയർ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ലാമ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ബിയറിംഗ് ഒക്കെ മാറിയതിന് ശേഷം അതിൽ നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റും. അതിൽ ഓടിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഡയറക്റ്റ് കറണ്ടിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ ആ ടെസ്റ്റ് ലാമ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ ഇതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ലാമ്പിൽ ആണ് ഇപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത്. ആദ്യം സ്ലോ സ്പീഡിലാണ് ഓടിച്ച് നോക്കുന്നത്. സ്ലോ സ്പീഡിൽ ഓടിക്കുമ്പം എന്തെങ്കിലും കംപ്ലൈൻറ്റോ പിടുത്തമോ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓണാക്കുവാണ്. അവിടെ ഇപ്പോൾ അത് കറക്റ്റായിട്ട് ചെറിയ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിത് ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കുമ്പം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും വാട്ട്സിൽ തന്നെ മെഷീൻ ഹൈ സ്പീഡിൽ ഓടുന്നതാണ്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ വീഡിയോ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.